അപ്പോൾ ഇനിയാണ് നമ്മുടെ പെയിൻറ്റും ബ്രഷും എടുത്തിട്ടുള്ള മെയിൻ പണികൾ. അപ്പോൾ എല്ലാവരും പെയിൻറ്റും ബ്രഷൊക്കെ കയ്യിലെടുത്തു. കളർ ഗ്രേഡിങ്ങിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇവരിത് വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. കാരണം അതിൻ്റെ പ്രോസസ്സിൽ പോയാലാണ് നമുക്കൊരു ഫൈനൽ ലുക്ക് കിട്ടുള്ളൂ. എന്നിരുന്നാലും അതിൻ്റെ ഔട്ട്പുട്ട് ചില സമയങ്ങളിൽ മാറാം. കാരണം നമ്മൾ ഡിസൈൻ ചെയ്ത ലുക്ക് ചിലപ്പോൾ ഡയറക്ടർക്കോ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർക്കോ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവസാനം കുറച്ച് ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അത് നമ്മുടെ വർക്ക് ഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബട്ട് നമുക്ക് ഓവറോൾ ഒരു ലുക്ക് കിട്ടാനായിട്ട് ഈ ഒരു ഡിസൈൻ ഫോളോ ചെയ്യുന്നതാണ് ബെസ്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഈ ഫസ്റ്റ് ടാബ്, അതായത് നമ്മുടെ ബേസിക് ടാബ് പരിചയപ്പെട്ടിരുന്നു. നമ്മുടെ ഇൻപുട്ട് മുതൽ നമ്മുടെ ബ്ലാക്സ് വരെയും നമ്മൾ ക്ലീൻ ആയിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന ടാബാണ് ക്രിയേറ്റീവ്. ഇവിടെയാണ് നമ്മുടെ ഫൂട്ടേജ് എങ്ങനെയാണ് പുറത്ത് വരാൻ പോകുന്നതെന്നുള്ള ആദ്യ പടിയാണ് ക്രിയേറ്റീവ്. അതായത് ഒരു ക്ലിപ്പ് ഡിജിറ്റൽ ലുക്കിലാണോ, ഫിലിം ലുക്കിലാണോ, ഇനി ഡീസാച്ചുറേറ്റഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ പോപ്പപ്പ് ആയിട്ടാണോ, കളർഫുൾ ആയിട്ടാണോ, സാഡ് ആയിട്ടാണോ, എങ്ങനെയാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് തുടങ്ങുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്രിയേറ്റീവ്. നിങ്ങൾക്ക് ഇവിടെ നോക്കി, ക്രിയേറ്റീവ് ടാബിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. നോക്കി, ലുക്ക്, അതായത് ഞാൻ പറഞ്ഞു വരുന്നു, നമുക്കൊരു ലുക്കിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കളർ കറക്ഷൻ ചെയ്യുന്നത്. അതായത് ബേസിക്കിൽ നിന്ന് ഇവിടുന്ന് ഇത്രയും ചെയ്തിട്ട് അതിനൊരു ബാലൻസ് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റീവിലോട്ട് വരും. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലുക്കിലോട്ട് പോകുന്നത്. ക്രിയേറ്റീവിനെ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു വിഷ്വലിനെ പണ്ട് യൂസ് ചെയ്തിരുന്ന ഫിലിം എമുലേഷൻ ലുക്സിലോട്ടൊക്കെ മാറ്റണമെങ്കിലും ഇതുകൊണ്ട് സാധിക്കും. ഇല്ലെങ്കിൽ നമുക്കൊരു ഡിജിറ്റൽ, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ DSLRs വർക്ക് ചെയ്യുന്നത്, മിറർലെസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണോ ഡിജിറ്റൽ ലുക്ക്, അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിലൊരു സിനിമാറ്റിക് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. കളർ കറക്ഷനിൽ നമ്മൾ എന്താ ചെയ്തത്, കളേഴ്സിൽ നിന്ന് നമ്മൾ ലൈറ്റിലോട്ടാണ് കൊണ്ടുവന്നത്. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു കളർ ലുക്ക് കൊടുക്കുന്നു. അതായത് നിങ്ങൾ നോക്കി കണ്ടോ, സിനി സ്പേസ്, ഫുജി, അങ്ങനെ ഇതൊക്കെ ഫിലിം എമുലേഷൻസ് ആണ്. കൊഡാക്കിന്റെ ഫിലിം എമുലേഷൻസ് കണ്ടില്ലേ. അത് കൂടാതെ എന്ത് ചെയ്യുന്നു, പ്രീമിയർ പ്രോ ഡിസൈൻ ചെയ്ത കുറേ ലുക്സും നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ, SL എന്ന് പറഞ്ഞിട്ട് ക്ലീൻ കൊഡാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നോയർ മാട്രിക്സ് കണ്ടില്ലേ. അങ്ങനെ ഒരുപാട് ലുക്സ് പ്രീമിയർ പ്രോ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും യൂസ് ചെയ്യാം. അടുത്തതാണ് ഇൻറ്റൻസിറ്റി. നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് ഡീറ്റെയിൽ ഒന്നും വേണ്ടെന്ന് എനിക്കറിയാം. ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രത, അത് എത്രത്തോളം വേണം വേണ്ട എന്നുള്ളതാണ് ഇൻറ്റൻസിറ്റി. അടുത്തതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതായത് നമ്മൾ ഈ ലുക്ക് കൊടുത്താലും ഇത് വേറെ ഏതെങ്കിലും ക്യാമറകൾ യൂസ് ചെയ്തിട്ടോ വേറെ പല ടൈപ്പ് ക്ലൈമറ്റിലോ പല ടൈപ്പ് ലൈറ്റ് യൂസ് ചെയ്തിട്ടോ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഈ ലുക്സ് എല്ലാം. അത് നമ്മുടെ ഫൂട്ടേജിൽ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വർക്ക് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് അതിനൊരു ഫൈൻ ട്യൂൺ ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ടിലോട്ട് അത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് ലുക്സ് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇതിലുള്ള ഏതെങ്കിലും ലുക്ക് കൊടുക്കുമ്പോൾ അത് ആക്യുറേറ്റഡ് വരില്ല, കൺഫേം വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റൻസിറ്റി മുതൽ സാച്ചുറേഷൻ മുതൽ എന്ത് ചെയ്യണം, ടിൻറ്റ് ബാലൻസ് വരെ ബാലൻസ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ആ ലുക്കിനെ സ്റ്റെബിൾ ആക്കി നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഫെയ്ഡഡ് ഫിലിം, അതായത് ഫിലിം എമുലേഷൻസിൽ ഉണ്ടാവുന്ന ഒരു ബ്ലാക്ക് എന്ന് പറയുന്നത് റിച്ച് ബ്ലാക്ക് ആണെങ്കിൽ കൂടിയും സിനിമകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബ്ലാക്ക്സ് എപ്പോഴും ചെറുതായിട്ട് ഓഫ് സെറ്റായിട്ടായിരിക്കും ഇരിക്കേണ്ടവ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ബ്ലാക്ക്സ് ക്ലിപ്പാവുന്നത് അത്ര നല്ല കാര്യമല്ല. ബട്ട് ചില സമയങ്ങളിൽ അത് നല്ല ഭംഗിയാണെങ്കിലും ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നപ്പോൾ അത് കുറച്ച് ഇഷ്യൂസാണ്. ബ്ലാക്ക്സ് ഒരുപാട് ക്ലിപ്പാവുന്നത്, ക്ലിപ്പ് ഡാമേജ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. ബട്ട് അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് അതൊരു തെറ്റോ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ബട്ട് അതൊരു റൂളാണ്. അത് ബ്ലാക്ക് ക്ലിപ്പാവാതെ നോക്കുക, വൈറ്റ്സ് ക്ലിപ്പാവാതെ നോക്കുന്നത് ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ഡീലിംഗ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് എന്ത്, ഫെയ്ഡഡ് ഫിലിം. പിന്നെ വരുന്നത് നിങ്ങൾ കോമൺലി കേട്ടിട്ടുണ്ടാവും, ഷാർപ്പ് ചെയ്യുക, ഇമേജ് ഷാർപ്പാക്കുക, അൺഷാർപ്പ് ചെയ്യുക. അടുത്തത് വൈബ്രൻസ്. നിങ്ങൾക്കറിയാം, സാച്ചുറേഷൻ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് വൈബ്രൻസ് എന്ന്. അടുത്തത് പ്രോപ്പർ സാച്ചുറേഷൻ. അത് നിങ്ങൾക്കറിയാം, കളേഴ്സിൻ്റെ തീവ്രത, ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയാം. അടുത്തതാണ് ഈ രണ്ട് കാണുന്ന വീൽസ് ആണ് എന്ത്, സ്പ്ലിറ്റ് ടോണിങ് വീൽസ് ആണിത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കളർ കാസ്റ്റിൻ്റെ കാര്യം. കളർ കാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഈ ഇമേജിൽ കണ്ടില്ലേ, നിങ്ങൾ ഈ ഇമേജ് നോക്കിയേ. ഈ ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിലൊരു കാസ്റ്റ് ഉണ്ട്. കാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കളറ് ആ ഫ്രെയിമിൽ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ നിൽപ്പുണ്ടാവും. അതായത് ഇപ്പം ഇതിൽ നോക്കി, ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഗ്രീൻ ആണ്. കണ്ടോ, അതിൻ്റെ എല്ലാ ടൈപ്പ് കാസ്റ്റും അതിനകത്ത് ഉണ്ടാവും. അതായത് ഹൈലൈറ്റ്സിലും ഉണ്ടാവും, ഷാഡോസിലും ഉണ്ടാവും, മിഡിലും ഉണ്ടാവും, ഓൾ ഓവർ കളേഴ്സിലും ആ ഗ്രീൻ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ വൈറ്റ്സിൽ വരെയും ഗ്രീൻ്റെ ചെറിയ ടിൻ്റ് ഉണ്ടാവും. കാരണം ഇവിടുന്ന് റിഫ്ലക്റ്റ് ആവുന്നതാണ് ഈ സംഭവം. സോ അതാണ് കളർ കാസ്റ്റ്. നമുക്ക് ആ ഡൊമിനേറ്റിംഗ് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഒരു ലുക്ക് കൊടുക്കാനും പറ്റും. ഈ രണ്ട് സംഭവങ്ങൾ ഉദ്ദേശിച്ചിട്ട് ഇതിൻ്റെ ഷാഡോസിലോട്ട് നമുക്ക് ടിൻറ്റ് ചെയ്യാൻ പറ്റും, ഹൈലൈറ്റ്സിലോട്ട് നമുക്ക് ടിൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്താണ് ടിൻറ്റ് ബാലൻസ്. നമുക്ക് ഏതിലോട്ടാണ് ഇൻറ്റൻസിറ്റി കൂടുതൽ വേണ്ടത്, ഹൈലൈറ്റ്സിലാണെങ്കിൽ ഹൈലൈറ്റ്സിൽ, ഷാഡോസ് ആണ് നിങ്ങൾ കുറച്ചുകൂടി വൈബ്രൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കാണണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഷാഡോസിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതാണ് ടിൻറ്റ് ബാലൻസ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് നമുക്ക് ലുക്കിൽ തന്നെ തുടങ്ങാം. നിങ്ങൾ നോക്കി, ഇതിനകത്ത് കുറേ ലുക്സ് കാണാം. കണ്ടോ, അതിന് മുമ്പ് നിങ്ങൾ നോക്കി, കസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. കസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം, കസ്റ്റം ചെയ്യാം. നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ കണ്ടില്ല, നമുക്ക് കസ്റ്റം PC എന്ന് പറയാനാണ്. അതെന്ത് ചെയ്യുന്നത്, നമ്മൾ ഇഷ്ടമുള്ള ഓരോ സംഭവങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മാനുവലി PC ബിൽഡ് ചെയ്യും. അതുപോലെ നമുക്കൊരു ലുക്ക് നമുക്ക് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ലെറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, ലുക്സ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് വേണമെങ്കിൽ നമ്മൾ ബ്രൗസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാം, ബ്രൗസറിൽ പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫൈൻഡറിൽ നിന്നോ മൈ കമ്പ്യൂട്ടറിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും ഈ ലുക്സ് ലോഡ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവർ തന്നിട്ടുള്ള കുറേ ലുക്സ് എന്ത് ചെയ്യാം നമുക്ക് യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഇതൊക്കെ ഫിലിമാണ്, ഫിലിം എമുലേഷൻസ് ആണ്. ഫ്യൂജി, കൊഡാക്ക് കണ്ടില്ലേ, മോണോക്രോം ഒക്കെ എന്തെങ്കിലും കണ്ട, ഫ്യൂജിയുടെ തന്നെ മോണോക്രോം, അങ്ങനെ ഓരോ സംഭവങ്ങളും ലുക്സും ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി SL ഇങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ പ്രീമിയർ പ്രോ തന്നെ ആഡ് ചെയ്തിട്ടുള്ള ലുക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എടുത്ത വഴിക്ക് ഈ ലുക്ക് ഇടല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പിക്ചറൊന്ന് അനലൈസ് ചെയ്യുക. നമുക്ക് കുറച്ച് എന്ത് ചെയ്യണം, കോൺട്രാസ്റ്റ് വേണം, ഹൈലൈറ്റ്സ് ബ്ലോൺ ഉണ്ട്, നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ട് തന്നെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ബേസിക്കലി പോവുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ ഓട്ടോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താവും, ഇവിടെ നോക്കിക്കോ ലോഡായി. കണ്ടോ, ഒരത്ര അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നു. നമുക്ക് വേണമെങ്കിൽ അത് ഓഫ് ചെയ്ത് ഓണാക്കി നോക്കാം. ഈ FX എന്നുള്ളതെന്ന് വെച്ചാൽ ബൈപ്പാസിംഗ് ആണ്. നമുക്ക് ഓഫ് ചെയ്ത് ഓണാക്കി കാണാം. നമ്മൾ ലാസ്റ്റ് ചെയ്തെന്താണോ അത് ഓഫ് ചെയ്ത് ഓണാക്കി കാണാം. കണ്ടോ, ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് സംഭവിച്ചിട്ടുണ്ട്. നമുക്കത് പോരാ, നമുക്ക് കുറച്ചൊരു കോൺട്രാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കുറച്ച് കോൺട്രാസ്റ്റ് വന്നു. ബ്ലാക്സ് കുറച്ച് ക്ലിപ്പ് ആവുന്നുണ്ട്, ബ്ലാക്സ് കുറച്ച് കുറക്കാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഹൈലൈറ്റ്സിലും വൈറ്റ്സിലും കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. അങ്ങനെയും ചെയ്തിട്ട് ഹൈലൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ, ഞാൻ ഇത് ഓക്കെയാണ്. ഞാൻ എന്ത് ചെയ്യണം, ഓഫ് ചെയ്ത് ഓണാക്കി നോക്കിയാൽ ടോഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഹാപ്പിയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നേരെ ലുക്സിലോട്ട് പോകാം. ലുക്സിലോട്ട് പോയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഫസ്റ്റ് ഒരു സംഭവം ചെക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്ത് കാണാം. ഇല്ലെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്കിത് പേരല്ലേ കാണുന്നുള്ളൂ, നമുക്കിതിൻ്റെ ലുക്സ് എന്താ നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ക്ലിപ്പിലോട്ട് ഈ ലുക്സ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കത് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ലുക്കും ക്ലിക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ നമുക്കത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളിവിടെ നോക്കി, ഇവിടെ ഒരു ആരോ കാണാം. കണ്ടോ, അതായത് റൈറ്റിലോട്ട് പോകാനുള്ളതും ലെഫ്റ്റിലോട്ട് പോകാനുള്ളതും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ലുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു ലുക്ക് വന്നു. നിങ്ങൾ നോക്കി, നിങ്ങൾ ഈ കാണുന്ന സംഭവമേ ഇവിടെ ഇല്ല. പക്ഷേ ഈ ലുക്ക് ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിലും ഇതിവിടെ അപ്ലൈ ആയിട്ടില്ല. കാരണം ഇത് ജസ്റ്റ് പ്രിവ്യൂ മാത്രമാണ്, നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലാതെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ലുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളിങ്ങനെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി പോവാം. നമുക്ക് ഏതാണോ സ്യൂട്ട് ആവുന്നത് അവിടെ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ലുക്കിലൂടെ ഞാൻ ചെക്ക് ചെയ്യാൻ പോകണം. നോക്കി, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഓക്കെ ഫൈൻ, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എനിക്കൊരു ജഡ്ജ്മെൻറ്റ് കിട്ടി. ഓക്കെ, എൻ്റെ പിക്ചറായിട്ട് ചെറിയൊരു സാമ്യതയ്ക്ക് ഇതിനുണ്ട്. കാരണം എൻ്റെ കളേഴ്സൊന്നും ഇത് ലോസ് ആയിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. എൻ്റെ പേരെന്താണ്, ഫ്യൂജി 125 കൊഡാക് 2393 ബൈ അഡോബി. അഡോബിയുടെ ഉണ്ടോ, അഡോബി ഡിസൈൻ ചെയ്തേക്കുന്ന ഫിലിം എമുലേഷനാണ്. ഇത് പുറത്തുനിന്നുള്ളതല്ല, ഒറിജിനൽ സാധനമാണ്. പക്ഷേ ഈ സാധനം വന്നില്ല ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സാധനം സംഭവം ലോഡായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നോക്കി, ഈ ക്ലിപ്പിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി, ഇത് വേറെ ഏതെങ്കിലും ഇമേജ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സംഭവമായിരിക്കും. സോ നമ്മുടെ ക്ലിപ്പും നമ്മുടെ എക്സ്പോഷറും എല്ലാം വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മളുടെ ഒറിജിനൽ ഇമേജിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ലോസായി. കണ്ടില്ലേ, ഇവിടെ ആക്ച്വലി ഒരു ബൊക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഓഫാക്കി കാണിച്ചു തരാം. ടോഗിൾ ചെയ്ത് നോക്കിയാൽ കണ്ടോ, ഇത്രയും ഡീറ്റെയിലൂടെ ഉണ്ടായിരുന്നു. അത് ഫുൾ ലോസായി. അത് ഫുൾ എന്ത് ചെയ്തു, ബ്ലാക്കിലോട്ട് പോയി. കാരണം വേറെ എന്തെങ്കിലും ഫൂട്ടേജ് വെച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ സംഭവം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ബട്ട് നമ്മുടെ ഫൂട്ടേജിൽ അത് മാച്ച് അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ അതിൻ്റെ തീവ്രത കുറക്കുമ്പോൾ എന്താ നോക്കി, അതായത് ഇൻറ്റൻസിറ്റി നോക്കി, നിങ്ങൾ നോക്കിയോ എന്താ സംഭവിക്കുന്നത് നോക്കിയോ. അത് ഞാൻ പതുക്കെ കുറച്ചുകൊണ്ടുവരാണ്. കണ്ടോ, ബ്ലാക്സ് ഒക്കെ കുറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിലേക്ക് വന്നു. ഇതിപ്പോൾ നോക്കി, പകുതി മുക്കാലും പോയി. ഞാൻ അത് ഫുള്ളായിട്ട് ഓഫാക്കിയാൽ കണ്ടോ, നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ വെച്ചത് അതേപടിയായി. നമുക്കത് വേണ്ട, അതിൻ്റെ ഒരു ലുക്ക് അവിടെ നിൽക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻറ്റൻസിറ്റി കുറച്ച് കയറ്റുന്നു. കണ്ടോ, ആ ടോണിലോട്ട് വന്നു തുടങ്ങി. പക്ഷേ അവിടെ ക്ലിപ്പായി തുടങ്ങി. ഓക്കെ, ഇതിങ്ങനെ നിർത്തി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നോക്കി, കണ്ടോ, സംഭവങ്ങൾ കിട്ടി. പക്ഷേ ബ്ലാക്സ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും ഇൻറ്റൻസിറ്റി കുറച്ച് അതായത് റിക്കവർ ചെയ്യാൻ നോക്കിയാൽ ഇവിടുത്തെ കളേഴ്സ് പോകുന്നു. കണ്ടോ, ആ ഗ്രീൻ ഒരു ഡാർക്ക് ഗ്രീൻ അങ്ങോട്ട് പോയി. അതായത് ഇൻറ്റൻസിറ്റി വഴി നമുക്ക് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിത് റീസെറ്റ് ചെയ്തു. എന്നിട്ട് നോക്കി, നമുക്ക് ഈ കളേഴ്സ് ഇവിടെ നിൽക്കണം. പക്ഷേ ഈ ബ്ലാക്സ് റിട്ടേൺ കിട്ടുകയും വേണം, ഈ ബ്ലാക്സും ഓപ്പണായി വരികയും ചെയ്യണം. നമുക്ക് എല്ലാം കൂടി നടക്കൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത ഡൈവ് പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ എന്ത് ചെയ്യണം, നേരെ ഇൻറ്റൻസിറ്റി കുറച്ചങ്ങോട്ട് കുറക്കാം. കാരണം എന്തിനൊരു മയം ഉണ്ടല്ലോ, നമ്മൾ എന്തിനും ഡീൽ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു 100% ഡീൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വർക്കാവില്ല. നമ്മൾ എന്ത് ചെയ്യണം, അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോകണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇൻറ്റൻസിറ്റി കുറച്ചങ്ങോട്ട് കുറക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കളേഴ്സ് ഏകദേശം അവിടെ നിൽപ്പുണ്ട്, എന്നാൽ ഫുള്ളായിട്ട് ലോസ് ആയിട്ടുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി, എന്നിട്ട് നേരെ കറക്ഷനിലോട്ട് പോകാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ എന്താ കൂടുതൽ നോക്കി, സ്വാഭാവികം ബ്ലാക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ബ്ലാക്സ് നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. കണ്ടോ, അപ്പോൾ എന്ത് പറ്റി, നമുക്ക് ഈ കളേഴ്സ് ഇവിടെ നിൽപ്പുണ്ട്, ഈ ബ്ലാക്സ് ഓപ്പൺ ആവുകയും ചെയ്തു. ഇവിടെയും കുറച്ച് ഓപ്പൺ ആയി. നമ്മൾ ഉദ്ദേശിച്ച സംഭവം വർക്കായി. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ബാലൻസ് കൊണ്ടുള്ള അഡീഷണൽ ഗുണം. നമ്മളിത് ചെയ്തു എന്ന് വെച്ചിട്ട് ഇവിടെ വന്നു പിന്നെ ഇതിലോട്ട് പോകാൻ പാടില്ലെന്നൊന്നുമില്ല. നമുക്കിത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നമ്മൾ കറക്റ്റ് ചെയ്യണം, എന്നാലിത് വർക്കാവുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫെയ്ഡഡ് ഫിലിം നമുക്കിതിലോട്ട് ലാസ്റ്റ് വരാം. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇനിയുള്ളത് ഷാർപ്പനാണ്. നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് നോക്കിയോ, ഞാനിപ്പോൾ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. നോക്കി, ഓക്കെ, നമുക്ക് ഈ ഒച്ചിനെ കാണാമല്ലോ, ഇവിടെയാണ് ഫോക്കസ് ഉള്ളത്. കണ്ടോ, ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയോ. ഞാൻ എന്ത് ചെയ്യുന്നു, ഷാർപ്പ് പതുക്കെ കൂട്ടുവാണേ. കണ്ടോ, ഷാർപ്പ് കൂടി കണ്ടോ, ആ ഡീറ്റെയിലുള്ള ഭാഗം
പുറത്തേക്ക് ഷാർപ്പായി വന്നു. എന്ത് ചെയ്യുന്നു, ഞാൻ അത് റീസെറ്റ് ചെയ്തു. ഞാൻ കുറക്കുകയാണെങ്കിലോ കണ്ടോ ടോട്ടൽ ഡീറ്റെയിലും ലോസ് ആവും. ഇത് വലിയ സംഭവമൊന്നുമില്ല. ഷാർപ്പ് ചെയ്യുക, അൺഷാർപ്പ് ചെയ്യുക. ഓക്കെ, ഇനി വരുന്നതാണ് വൈബ്രൻസും സാച്ചുറേഷനും. ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനിത് വൈബ്രൻസ് കൂട്ടുവാണെന്ന് ചിന്തിക്കാം. നോക്കി കണ്ടോ, സാച്ചുറേഷൻ കൂടുന്നു കുറയുന്നു, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ സാച്ചുറേഷൻ, അത് എക്സാക്ട് സാച്ചുറേഷൻ എഴുതിയ സംഭവം നമ്മളിത് കൂട്ടുന്നു കുറക്കുന്നു, സെയിം തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആക്കി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നാക്കിയാൽ മതിയല്ലോ. രണ്ടും സെപ്പറേറ്റ് ആക്കി വെച്ചേക്കുന്നതിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഇതിൽ രണ്ടും വർക്ക് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ സാച്ചുറേഷൻ്റെ ഇൻറ്റൻസിറ്റി തന്നെയാണ് രണ്ടിലും വർക്ക് ആവുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വൈബ്രൻസ് വർക്ക് ആവുന്ന പോലെയല്ല സാച്ചുറേഷൻ വർക്ക് ആവുന്നത്. കാരണം സാച്ചുറേഷൻ വർക്ക് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഇമേജിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം സാച്ചുറേഷൻ ബൂസ്റ്റ് ചെയ്യും. നിങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചു. ഞാനത് ഫുള്ള് ബൂസ്റ്റ് ചെയ്യുന്നു, കണ്ടോ എല്ലാം ബൂസ്റ്റായി. ഞാനത് ഫുള്ള് കുറക്കുന്നു, ഫുള്ളും സാച്ചുറേഷൻ പോയി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു, വൈബ്രൻസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, ഞാൻ ദേ കൂട്ടി, ഞാൻ ദേ കുറച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഈ ഭാഗത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, കണ്ടോ ഫുള്ളായിട്ട് സാച്ചുറേഷൻ പോയിട്ടില്ല. കണ്ടോ, അതെന്തുകൊണ്ടായിരിക്കും? സംഭവിക്കുന്നത് സാച്ചുറേഷൻ തന്നെയാണെങ്കിലും നിങ്ങൾ ഈ ഗ്രീനൊക്കെ നോക്കി, കണ്ടില്ലേ, ഇതൊന്നും പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വൈബ്രൻസ് അഫക്റ്റ് ചെയ്യുന്നത് മിഡ് ടോൺസിൽ മാത്രമാണ്. നിങ്ങൾ ഓൾറെഡി പറഞ്ഞു തന്നായിരുന്നു, ഷാഡോസ്, മിഡ് ടോൺ, ഹൈലൈറ്റ്. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇത് അഫക്റ്റ് ചെയ്യുന്നത് ആക്ച്വലി ശരിക്കും ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുമ്പോഴാണ് അത് ടോട്ടലി ഡീസാച്ചുറേറ്റഡ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് ടോട്ടലി എഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? മിഡ് ടോൺസിൽ മാത്രമാണ്. എക്സാക്റ്റ് മിഡ് ടോണിലല്ല അത് വർക്ക് ചെയ്യുന്നത്. ഷാഡോസിലും കുറച്ച് പോർഷനിലും മിഡ് ടോണിൻ്റെ സ്പ്രെഡ് ഉണ്ടാവും, ഹൈലൈറ്റ്സിലും സ്പ്രെഡ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് എന്താവുന്നത്, വൈബ്രൻസ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വൈബ്രൻസ് കുറക്കുമ്പോൾ അവൾ റെഡ് ബൂസ്റ്റായി നിൽക്കുന്ന റെഡ് ഒന്നും എഫക്റ്റ് ചെയ്യാത്തത്. കാരണം അതൊന്നും മിഡ് ടോണിൽ പെടാതെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും മേ ബി എഫക്റ്റ് ആവാത്തത്. ഇനി വരുന്നതാണ് സ്പ്ലിറ്റ് ടോണിങ്. ഇത് ആക്ച്വലി വളരെ സിമ്പിളായിട്ടൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, കാസ്റ്റിൻ്റെ കേസ് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഹൈലൈറ്റ്സിലോട്ട് എന്ത് ചെയ്യണം, ഒരു കളർ ആഡ് ചെയ്യണം. നിങ്ങൾ നോക്കി, ഹൈലൈറ്റ് ടിൻറ്റ്. അപ്പോൾ നമുക്കൊരു കാസ്റ്റ് നമ്മളായിട്ട് ആഡ് ചെയ്യാൻ പോകണം, നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാൻ പോകണം. ഹൈലൈറ്റ്സിൽ എനിക്ക് കുറച്ച് വാമാണെന്ന് ചിന്തിക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പോൾ അതൊക്കെ വാം പുഷ് ചെയ്ത് നോക്കി, കണ്ടോ ഹൈലൈറ്റ്സിലോട്ട് വാം കയറി. ബട്ട് ആ കളേഴ്സൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു കുറച്ച് സ്പില്ല് അങ്ങോട്ട് സ്പ്രെഡ് ആവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ വർക്കിംഗ് രീതി അങ്ങനെയാണ്. ഇനി നമുക്ക് ഈ ബ്ലാക്സിലോട്ട്, അതായത് ഷാഡോസിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടിൻഡിക്കേറ്റ് നോക്കാം. ഷാഡോസിലോട്ടും ആ ടിൻഡ് കയറി, കണ്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് കമ്പൈൻ ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാസ്റ്റ് കട്ട് ചെയ്ത് വേറെ ലുക്കിലോട്ട് മാറ്റിക്കൊണ്ടുവരാൻ ഇത് നമ്മളെ സഹായിക്കും. അതാണ് സ്പ്ലിറ്റ് ടോണിങ്. ഇനിയാണ് ടിൻഡ് ബാലൻസ്. അതായത് ഈ രണ്ട് സംഭവങ്ങളെ നമുക്ക് ഏതാണോ കൂടുതൽ വേണ്ടത് നമുക്ക് അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇത് വർക്ക് ആവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് റൈറ്റിലോട്ട് പുഷ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കണ്ടോ ഷാഡോസിലുള്ള ബ്ലൂസ് കയറി വന്നു. നമ്മളിത് കുറച്ച് ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ കണ്ടോ ഹൈലൈറ്റിലുള്ള വാം കളർ ബ്ലാക്സിലോട്ടും കൂടി കയറാൻ തുടങ്ങി. കണ്ടോ, നമുക്കിതിനെ ബാലൻസ് ചെയ്യാം. കണ്ടില്ലേ, നമുക്ക് ഇതാണ് വേണ്ടത് കൂടുതൽ, ഇതാണ് വേണ്ടത് കൂടുതൽ. അതാണ് ടിൻഡ് ബാലൻസ്. ഇനി ഫെയ്ഡഡ് ഫിലിം. ഞാനിത് ലാസ്റ്റിലോട്ട് വെച്ചത് വേറൊന്നും കൊണ്ടല്ല, ഇതൊരു സിമ്പിൾ സംഭവമാണ്. നമ്മളിത് ലാസ്റ്റിൽ ആഡ് ചെയ്യുന്നതാണ്, ഒരു എസെൻസ് ആഡ് ചെയ്യുന്ന പോലെ. നമ്മൾ ബിരിയാണിയിലൊക്കെ നെയ്യ് ആഡ് ചെയ്യില്ലേ, അപ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമില്ലേ, ആ സെയിം ഫീലാണ് ഫെയ്ഡഡ് ഫിലിം കൊടുക്കുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രിപ്പറേഷൻ മൊത്തം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കിത് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത്. സോ ഫെയ്ഡഡ് ഫിലിം സിമ്പിളാണ്, വേറൊന്നുമില്ല. നിങ്ങൾ ഈ ബ്ലാക്സിൽ ശ്രദ്ധിച്ച് നോക്കിക്കോ, കണ്ടില്ലേ ഒരു ഫെയ്ഡ് വരുന്നുണ്ടോ, ആ ബ്ലാക്സ് ഫെയ്ഡ് ആവുന്നുണ്ടോ, ഒരു പഴയ സിനിമ പോലെ ഫെയ്ഡ് ആവുന്നുണ്ടോ. നമ്മളുടെ പണ്ട് ഫോട്ടോസൊക്കെ ചെറുതായിട്ട് ഫെയ്ഡായി നിൽപ്പുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടോ. അപ്പോൾ അത് പ്രിൻറ്റ് വരുമ്പോഴത്തേക്കും അത് ഫെയ്ഡായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു ഹെയ്സ് ഫീൽ കൊണ്ടുവരാനൊക്കെ നമ്മളിത് ഹെൽപ്പ് ചെയ്യും. കണ്ടോ, പഴയകാല ഫോട്ടോ പോലെയൊക്കെ ഫീൽ കൊണ്ടുവരാൻ ഫെയ്ഡഡ് ഫിലിം എന്ത് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് ഫെയ്ഡഡ് ഫിലിം. അപ്പോൾ ഇതാണ് ക്രിയേറ്റീവ്. അപ്പോൾ ഒരു ഫൂട്ടേജിനെ ഒരു സ്പെസിഫിക് ലുക്കിലോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കർവ്സിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇത് കുറച്ച് രസമുള്ളൊരു പരിപാടിയാണ്. നമ്മളിതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് പരിപാടിയല്ല, അത് നമുക്ക് നല്ല എൻ്റർടൈൻ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കർവ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയത് കാണുന്ന പോലെയല്ല സംഭവം, ഇത് ആക്ച്വലി നല്ല രസമാണ് വർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് ഇത്രയും ഫ്ലെക്സിബിളായിട്ട് വർക്ക് ചെയ്യാൻ ഇത്ര നല്ലൊരു സാധനം വേറില്ല. സോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ വീഡിയോ വർത്താണെന്ന് തോന്നുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഉടൻ തന്നെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.